ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മുടെ ശരീരവും ദേഹിയും ആത്മാവും ദൈവം തന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചതാണ്. നമ്മുടെ ക്ഷേമം, നമ്മുടെ ജോലി, ശുശ്രൂഷ, ആരാധന അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി ആത്യന്തികമായി ദൈവത്തിന്റെ രക്ഷ എന്നതിനെ സംബന്ധിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവിക ശ്വാസമാകുന്ന ആത്മാവിനെ നൽകിയതോടെയാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. അസ്ഥികളും മാംസവും അവയവങ്ങളും ഉൾപ്പെടെ ഒരു വ്യക്തിയുടെ ശാരീരിക ഘടനയാണ് ശരീരം. കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശം എന്നീ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭൗതിക ലോകത്തെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. ദേഹി ഒരു മനുഷ്യന്റെ അഭൗതിക ഭാഗമാണ്. പലപ്പോഴും അനശ്വരമായി കണക്കാക്കപ്പെടുന്നു. അത് നമുക്ക് വ്യക്തിത്വം നൽകുന്നു. നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ഇച്ഛകൾ എന്നിവയിലൂടെ നമ്മുടെ ദേഹി മനഃശാസ്ത്രപരമായ മേഖലകൾ മനസ്സിലാക്കുന്നു. ആത്മാവായ ദൈവമായി ബന്ധിപ്പിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭൗതികമല്ലാത്ത ഭാഗമാണ് ആത്മാവ്. ദൈവത്തിൽ നിന്നുള്ള ജീവശ്വാസമായ ഒരു ആത്മാവ് കൈവശമുള്ള ഒരേ ഒരു ഭൗമിക സൃഷ്ടിയാണ് മനുഷ്യൻ. അതിനാൽ മനുഷ്യന്റെ ആത്മാവിന് ആത്മീക മണ്ഡലങ്ങളും ദൈവ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കഴിയും. മനുഷ്യന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗമാണ്. ഇതിന്റെ ഒരു ചെറിയ ദൃശ്യാവിഷ്കരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യ ഹൃദയത്തെയും ചിന്തകളെയും തൂക്കി നോക്കുന്ന ദൈവം ഒരു വ്യക്തിയെ സന്ദർശിക്കുകയാണ്. ഹലോ, ആ ചേട്ടാ ഫ്ലെക്സിന്റെ പൈസ അല്ലേ? ആ എത്തിച്ചേക്കാം. ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉള്ളതല്ലേ? ആ ഇതിനകത്ത് ഇട്ടേക്കാം. ഓക്കെ താങ്ക്സ്. മൈക്കിൾ, നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ. കൺവെൻഷന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാരാ മനസ്സിലായില്ലല്ലോ? ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം അല്പനേരം നിന്റെ കൂടെ ചിലവഴിക്കാൻ പറഞ്ഞതാണ്. കൺവെൻഷന്റെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചോ? എന്നെ കണ്ടിട്ട് ക്ഷീണമില്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ദേഹം കണ്ടോ? ഞാൻ ഇപ്പൊ വിളിക്കാം. കണ്ടോ, 6 പാക്കാ. അങ്ങനെയൊന്നും തളരില്ല. ദിവസം 10 മുട്ട, പ്രോട്ടീൻ പൗഡർ, കീറ്റോ ഡയറ്റ്, പോരാത്തതിന് ഡെയിലി 1 മണിക്കൂർ ജിമ്മിലും. എനിക്ക് വേണ്ടതെല്ലാം മൈക്കിള് തരുന്നുണ്ട്. വെരി ഗുഡ്. ഇനി അവരെ കൂടെ ഇനി വിളിച്ചോ. അവരെ കൂടെ കണ്ടിട്ട് പോയേക്കാം. ആരെ? വേറെ ആരാ? നിന്റെ ദേഹിയും ആത്മാവും. അവരും ദേഹം പോലെ ശുഭമായിരിക്കുന്നു. നോക്കട്ടെ. അവരെയൊക്കെ എന്നെ കാണാനാ. ദേഹമല്ല മെയിൻ. ഇവനെ കണ്ട അവരെ കണ്ടവരാ. സ്വർഗത്തിൽ നിന്ന് വിളി വരുന്നതിന് മുമ്പേ പൊക്കോ. നീ വിളിക്കണോ അതോ ഞാൻ വിളിക്കണോ? ഞാൻ തന്നെ വിളിക്കാം. അതെ, നീ പോരെ. ഇത് എന്നതാണ്? ഇത് നിന്റെ തന്നെയാണോ? അത് പിന്നെ ഇച്ചിരി തിരക്കായി പോയി. ശരിക്കും അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ? അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്.